കാരണം എന്തെന്നാൽ നമുക്ക് ശീലമില്ലാത്ത കാര്യങ്ങളോട് തോന്നുന്നതും പൂർണ്ണമായും ചിന്തകളിൽ നിന്നും ഉത്ഭവിക്കുന്നതുമായ പ്രണയത്തെയാണ് ഭാവനയിൽ നിന്നും ഉണ്ടാകുന്ന പ്രണയം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമുക്ക് അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഗേ ആയിട്ടുള്ളവരുടെ പ്രണയം, ലെസ്ബിയൻ പ്രണയം, അതുപോലെ തന്നെ ചില ജെൻ ആൻഡ് ലേഡി തമ്മിലുള്ള ബന്ധങ്ങൾ, അതിൽ ചില ലൈംഗിക ക്രിയകൾ അവർ ഭാവനയിൽ മികച്ചതായി ചിത്രീകരിക്കും. ഹഗ്, കിസ് തുടങ്ങിയ എല്ലാവർക്കും തോന്നുന്ന തരത്തിലുള്ള പ്രേമം ഇതിൽ പെടും. അത്രേ ഉള്ളൂ. ഇനിയാണ് ഇരുപക്ഷത്തും പരസ്പരമുള്ളതും പരസ്പരം തങ്ങളുടേത് മാത്രമായി കാണുമ്പോൾ സത്യമെന്ന് തെളിയിക്കപ്പെടുന്നതുമായ പ്രണയത്തെയാണ് നായികാനായകന്മാർ വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രണയം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ അല്ലേ? അതായത് ഇരുപക്ഷത്തും പരസ്പരമുള്ളതും പരസ്പരം തങ്ങളുടേത് മാത്രമായി കാണുമ്പോൾ സത്യമെന്ന് തെളിയിക്കപ്പെടുന്നതുമായിട്ടുള്ള പ്രണയത്തെയാണ് നായികാനായകന്മാർ വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രണയമെന്ന് വിളിക്കുന്നത്. പിന്നീടുള്ളതാണ് കാഴ്ചയിൽ നിന്നുള്ള പ്രണയം. ഇതിന് നമുക്ക് ഗ്രഹണത്തിൽ നിന്നുണ്ടായ പ്രണയം എന്ന് പറയാം. അത് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ, ഗ്രഹണം എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു പ്രണയമാണ്. കുറച്ച് എന്നാ പറയുക, കുറച്ച് കാലതാമസങ്ങളും അകന്നിരിക്കുന്നതും, അതുപോലെ തന്നെ അവർ അതായത് സ്വന്തമായിട്ടുള്ള ജീവിതത്തിന് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രണയമാണ്. അപ്പോൾ ലോകത്തിന് സുപരിചിതവും വ്യക്തവുമാണിത്. ഇവ നൽകുന്ന ആനന്ദം മറ്റുള്ളവയെ ചവിട്ടിത്താഴ്ത്തി ഉയർന്നുകൊണ്ടിരിക്കും. അവ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാത്രമുള്ളവയാണ്. ലൈംഗികതയുടെ ഒത്തുചേരലുകളെ കുറിച്ചുള്ള ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നു. വിവേകികൾക്ക് ഈ ഭാഗം കൊണ്ട് തന്നെ പൂർണ്ണമായി ആയിരിക്കുകയാണ്. എന്നാൽ അറിവില്ലാത്തവർക്കായി ബാക്കിയുണ്ടാകും. സ്റ്റേ ടച്ച് വിത്ത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. ഓക്കെ, നിങ്ങളുടെ സബ്സ്ക്രൈബൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എന്നാ പറയുക, ഡീറ്റെയിലും ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഒക്കെ നമുക്ക് കൂട്ടിയെടുക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് അധികമായിട്ടില്ല. അപ്പോൾ ഞാനൊന്ന് വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല, എങ്കിലും കിട്ടിയാൽ നല്ലത്.